യെസ്, എന്നാൽ ഒടുങ്ങാത്ത വിശേഷങ്ങളാണ് അയോധ്യയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളോടൊപ്പം ചരിത്രകാരൻ ഡോക്ടർ CA ഐസക് തുടരുകയാണ്. ശ്രീ ഐസക്, താങ്കൾ ഈ ഇടവേളയ്ക്ക് മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ, എതിർപ്പുകളൊക്കെ മറികടക്കേണ്ടി വന്നു ഈ ഒരു ദിനത്തിലേക്ക്, ഈ ഒരു സുവർണ നിമിഷത്തിലേക്ക് എത്താൻ. അതിൽ ഭരണപരമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ചരിത്രപരമായ എതിർപ്പുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ വൈദേശികമായ എതിർപ്പുകളും ഇതിനോടൊപ്പം നേരിടേണ്ടി വന്നു എന്നതും ചരിത്രം സാക്ഷിയാണ്. ഇതെല്ലാം മറികടക്കാനുള്ള ഒരു ആർജവം, ഇച്ഛാശക്തി നമ്മുടെ സർക്കാരിനുണ്ടാകുമ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതല്ലേ ഈ സർക്കാരിൽ നിന്ന് ജനത? യാതൊരു സംശയവുമില്ല. ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ വിദേശീയ വെല്ലുവിളികളെ മുന്നിൽ മുട്ടുമടക്കും, സ്വദേശീയമായ വെല്ലുവിളികളുടെ മുന്നിൽ മുട്ടുമടക്കും, വോട്ട് ബാങ്കിന്റെ മുന്നിൽ മുട്ടുമടക്കും. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് എതിരാളികളുടെ ഇതുവരെ ഭരിച്ചിരുന്നവരുടെ സമൂഹത്തെ പലതട്ടിലാക്കി വോട്ട് ബാങ്ക് ആക്കി മാറ്റി ഭരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭാരതീയരെ മുഴുവൻ ഒന്നായി കാണുന്ന ഒരു മനോഭാവമാണ് ഇന്നത്തെ ഭരണകൂടത്തിനുള്ളത്. ഒരു രാഷ്ട്രം, ഒരു ജനത എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര തീവ്രമായ, ഇത്ര ശക്തമായ ചില നടപടികൾ, സ്റ്റെപ്പുകൾ എടുക്കാൻ അവർക്ക് സാധിച്ചത് എന്നുള്ളതിൽ സംശയമില്ല. നേരെ മറിച്ച് ഇതിനു മുമ്പ് ഭരിച്ചവരെ ഒക്കെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, പട്ടേലിന് സാധിച്ചു സോമനാഥ ക്ഷേത്രത്തെ റിക്കവർ ചെയ്യാനും പുനഃസ്ഥാപിക്കാനും അതതിന്റെ പൂർവ്വൈശ്വര്യത്തോടുകൂടി പുനഃസ്ഥാപിക്കാനും സാധിച്ചു, പട്ടേലിന് സാധിച്ചു 1947. എന്തുകൊണ്ട് അയോധ്യയിൽ സാധിച്ചില്ല? അയോധ്യയിലെ പ്രശ്നം തന്നെ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ ഇന്ത്യയുടെ വിഭജനത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയ മുസ്ലിങ്ങളുണ്ടായിരുന്നു. വിഭജിച്ചു കഴിഞ്ഞപ്പോൾ അവർ മുഴുവനും ഇന്ത്യയിൽ തങ്ങി, ബാക്കിയുള്ളവരെ പുറത്തും പറഞ്ഞു വിട്ടു. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, അവരെ നിയന്ത്രിക്കാൻ ശക്തമാക്കി തീർത്തത് നെഹ്റു ആയിരുന്നു. നമ്മൾ കാശ്മീരിലെ കാര്യം കണ്ടതല്ലേ? ആ ഒരു കുടുംബത്തിന് വേണ്ടി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുകളികൾ നമ്മൾ കണ്ടതല്ലേ നമ്മള്. അപ്പൊ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പം കാശ്മീര് പിന്നെ 307 എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഇപ്പൊ ഭൂകമ്പം ഉണ്ടാകുന്നല്ലോ. ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ അയോധ്യയിൽ ക്ഷേത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് സംഭവിക്കും, മുസ്ലിങ്ങൾ മുഴുവനും ബഹളമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ ദേശീയവാദികളായ ധാരാളം മുസ്ലിങ്ങൾ, ഒട്ടനവധി മുസ്ലിങ്ങളുണ്ട്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഭീകര പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്നത്. പക്ഷെ അവരെ പ്രൊജക്ട് ചെയ്യാനായിട്ട് നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ അവരുടെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുക, അവരുടെ ആ ഭീകരവാദത്തെയും അവരുടെ ആ ടെററിസത്തെയും ഒക്കെ ഉണ്ടല്ലോ, അത് വോട്ട് ബാങ്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നുണ്ട്. അത്തരത്തില് ഒരു സമീപനമാണ് പോകുന്നത്. പക്ഷെ അതിന് ഇനി വിലയില്ല, ഇനി അത് ഓടില്ല, ഇവിടെ ഓടില്ല, വേവില്ല, ഇവിടെ വേവില്ല എന്നാണ് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇപ്പൊ ഭരിക്കുന്ന ഭരണകൂടം, ഡൽഹി ഭരിക്കുന്ന ഭരണകൂടം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു സംശയവുമില്ല. ഇനിയും നമുക്ക് നിരവധി സ്റ്റെപ്പുകൾ മുന്നോട്ട് പറഞ്ഞു. ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കാറുണ്ട്. നമ്മുടെ ദേശീയതയുടെ പ്രശ്നമാണെങ്കിലും, നമ്മുടെ ഭാഷാപരമായ പ്രശ്നമാണെങ്കിലും, സാംസ്കാരികപരമായ പ്രശ്നമാണെങ്കിലും, ഭാരതം എന്ന് പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബഹളം ഉണ്ടായി. എന്താ ഭാരതം എന്ന് പഠിപ്പിച്ചാലുള്ള കുഴപ്പം എന്ന് പറയുന്ന പോലുള്ള നിസ്സാര പ്രശ്നങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഇഷ്യൂ അല്ല, ഒരു പ്രശ്നവുമല്ല, അത് അത്തരം കാര്യങ്ങളെ ഇഷ്യൂ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്, രാഷ്ട്രീയ സമൂഹമാണുള്ളത്. ആ രാഷ്ട്രീയ സമൂഹത്തെ കേരളത്തിൽ പോലും വലിച്ച് തൂത്തെറിയുമെന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. അവര് മനസ്സിലാക്കി തുടങ്ങി ഇന്നത്തെ ഭരണകൂടം അവരും അധികം കാലം ഭരിക്കില്ല എന്നുള്ളത്. അതിന് ഭരിക്കാൻ ജനം സമ്മതിക്കില്ല. ജനം തിരിച്ചറിഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് അവിടെ ഇവിടെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പറ്റി ഇഷ്യൂസ് ഒക്കെ എടുത്ത് പർവ്വതീകരിച്ചുകൊണ്ട് വരുന്നത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് ഡിറ്റർമിനേഷനുള്ള നേതൃത്വം ആണ് നമുക്കുള്ളത്. യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാറുണ്ട്. തീർച്ചയായും ദൃഢനിശ്ചയമുള്ള ഒരു സർക്കാരിന്റെ കീഴിൽ അവർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ദിനത്തെ ഒരുപക്ഷെ രാഷ്ട്രീയപരമായി കൂട്ടി വായിക്കപ്പെടുമ്പോൾ കണക്കിലാക്കേണ്ടതും നമ്മൾ എടുത്തു കാട്ടേണ്ടതുമായ ഒരു കാര്യം.